ഹായ് വെൽക്കം ടു ഈസി എക്സ്പോർട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പോർട്ട് സർപ്ലസ് ഡ്രസ്സിനെ കുറിച്ചാണ്. കാരണം എനിക്ക് ഒരുപാട് എൻക്വയറീസ് ആൾക്കാരുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് എക്സ്പോർട്ട് സർപ്ലസ് ഡ്രസ്സിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു റംസാൻ വരുന്നു, ഈസ്റ്റർ വരുന്നു, ഹോളി വരുന്നു, ഫെസ്റ്റിവൽ ടൈമാണ്. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഡ്രസ്സ് എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഷോപ്പ് ഓണേഴ്സൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് സർപ്ലസ് എടുക്കാൻ വേണ്ടി ഒത്തിരി പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വളരെ ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എല്ലാ എക്സ്പോർട്ട് സർപ്ലസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഏറ്റവും ഹൈ ക്വാളിറ്റി ഇൻ്റർനാഷണൽ ബ്രാൻഡ് പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലൈവ് ചേട്ടനും കൂടെ ഉണ്ട്. ഓക്കെ, ലൈവ് ചേട്ടൻ എന്തൊക്കെ ഇന്നത്തെ നമ്മുടെ ബ്രാൻഡ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമോ? ഏതൊക്കെ ബ്രാൻഡ് അപ്പോൾ നമ്മുടെ അടുത്തുള്ളത്? ജീൻസിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഏകദേശം ഒരു 10 ബ്രാൻഡോളം ഉണ്ട്. ഓക്കെ, എല്ലാം ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. എല്ലാം ഹൈ ക്വാളിറ്റി ഒറിജിനൽ നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഏത് ബ്രാൻഡാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്? ലിവൈസിന്റെ ക്യാമറയിലേക്ക് ഒന്ന് കാണിക്കുമോ? ലിവൈസ് ആണ് ബ്രാൻഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലിവൈസ് എങ്ങനെയാണ് എക്സ്പോർട്ട് സർപ്ലസ് ആണ് എന്ന് മനസ്സിലാവുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇത് ലിവൈസ് ആണ്. ഓക്കെ, ഇതിൻ്റെ ബ്രാൻഡിങ് ബാഡ്ജിങ് എല്ലാം ഉണ്ട്. ഹൈ ക്വാളിറ്റി പിടിച്ച് നോക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ലിവൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ലിവൈസ് നിന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കോപ്പിയല്ല, ഒറിജിനൽ തന്നെയാണ്. ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കുള്ളത് ഇത് സർപ്ലസ് ഉണ്ട്. പിന്നെ വേറെ അടുത്തതുള്ളത് പ്രിവിലേജ് ക്ലിപ്പ്. ഓക്കെ, ഇത് ഞാനൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഫിറ്റിംഗ് ഉള്ള ഒരു ജീൻസാണിത്. കൊള്ളാം. ഇത് ഇടുമ്പോൾ ഒരു നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ ജീൻസ് വെച്ച് നോക്കുമ്പോൾ. ഇതിൻ്റെ ജസ്റ്റ് ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഓക്കെ, ഫൈൻ. ബാഡ്ജിങ് ഉണ്ട്, പ്രിവിലേജ് ക്ലിപ്പ്. ഇത് എക്സ്പോർട്ട് സർപ്ലസ് ആയതുകൊണ്ടാണ് ഒറിജിനൽ ആയതുകൊണ്ടോ? ഇതിങ്ങനെ തന്നെ ഉണ്ടാവും, കട്ടാതെ തന്നെ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഫൈൻ. പക്ഷേ ക്വാളിറ്റിയിലൊന്നും ഒരു കുഴപ്പമില്ല, പക്കാ ക്വാളിറ്റി. സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര ഫിനിഷിംഗ് അല്ലേ? അതിൻ്റെ പെർഫെക്ഷനൊക്കെ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ക്യാമറയിൽ എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. സ്റ്റിച്ചിങ്ങിനൊക്കെ ഭയങ്കര പെർഫെക്ഷനാണ്. ഒരു ഫിനിഷിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ക്വാളിറ്റി ക്വാളിറ്റി അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ബ്രാൻഡിലേക്ക് പോകാം. പെട്ടെന്ന് തന്നെ അടുത്ത ബ്രാൻഡ് പോകാം. നമുക്ക് കാരണം ടീഷർട്ട് കാണിക്കണം, ഷർട്ട് കാണിക്കണം. യു എസ് പോളോൻ്റെ ഒറിജിനൽ അല്ലേ? എക്സ്പോർട്ട് സർപ്ലസ് ആണ്, പറയേണ്ട കാര്യമില്ല. നമുക്കൊരു ബെസ്റ്റ് റേറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റും. ഓൺലൈൻ അയച്ചു കൊടുക്കാൻ പറ്റും. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡർ ഓൺലൈൻ കൊടുക്കാൻ പറ്റും. എവിടെ ഓൾ കേരള ഡെലിവറി ഉണ്ട്. കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. കാരണം ഓക്കെ കാരണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഷോപ്പ് ഓണേഴ്സ് ആവണമെന്നില്ല. ഇപ്പോൾ റംസാനൊക്കെ അല്ലേ, പെരുന്നാൾ, ഈസ്റ്റർ ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ഡ്രസ്സ് എടുക്കുന്ന സമയം. അപ്പോൾ ആര് ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാലും സാധനം അവർക്ക് അയച്ചു കൊടുക്കും, ക്വാളിറ്റി എല്ലാം നോക്കിയിട്ട്. ഓക്കെ, ഇപ്പോൾ ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ്. എല്ലാം ഒറിജിനൽ ബ്രാൻഡഡ് സാധനങ്ങളാണ്, എക്സ്പോർട്ട് സർപ്ലസ് സാധനങ്ങളാണ്. അതും ബെസ്റ്റ് റേറ്റ് കൊടുക്കത്തില്ല. പ്രിന്റർ പ്രൈസ് ഒന്നും അല്ലല്ലോ? ഇല്ല, ബെസ്റ്റ് റേറ്റ്. പ്രിന്റർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 3000 4000. ഓക്കെ, നമുക്ക് 50% മുകളിൽ ഡിസ്കൗണ്ട് ഉണ്ട്. 50% മുകളിൽ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവിലാണ് നമുക്ക് ലൈസൻസ് തരുന്നത്. ഓക്കെ, അതെല്ലാം ഒറിജിനൽ ബ്രാൻഡഡ് സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് ഏതാ ബ്രാൻഡ്? ഇൻഡിഗോനേഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡാണോ? ഓക്കെ, നമുക്കിപ്പോ ആരോടും പറയേണ്ട കാര്യമില്ല. എല്ലാം അതിന്റെ ക്വാളിറ്റി റേഞ്ചിൽ എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇൻഡിഗോനേഷനും അതുപോലെ ഈ ലിവൈസ് റാംഗ്ലർ ഇതൊക്കെ നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ചേട്ടൻ പറയുന്നത് വെച്ചാൽ സാധാരണ ഒരു ജീൻസ് മേടിക്കുന്ന ഒരാൾക്ക് ആ പൈസയിൽ ഇന്റർനാഷണൽ ബ്രാൻഡഡ് സാധനങ്ങൾ കൊടുക്കും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു വ്യത്യാസം എന്താ? സാധാ ജീൻസ് മേടിക്കുന്ന ഇതുമായിട്ട് ലാസ്റ്റിംഗ് കൂടുതലാണെന്നാണോ അതോ പെർഫെക്ഷൻ ആണെന്നാണോ? എന്താ അതിന്റെ വ്യത്യാസം? ഇതിന്റെ ഫിനിഷിംഗ് വ്യത്യാസമുണ്ട്, ഫാബ്രിക്കിന്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇടുമ്പോൾ ഒരു കംഫർട്ടബിൾ കൂടുതലായിരിക്കും. അതിനപ്പുറം ഒരു ബ്രാൻഡ് നമ്മളൊരു അൺബ്രാൻഡഡ് ഇടുന്നതും ഒരു ബ്രാൻഡ് ഇടുന്ന വ്യത്യാസമുണ്ട്. നമ്മൾ ഓരോ ആൾക്കാരുടെ അടുത്തേലും ഒരു സ്വീകാര്യതയിലും വ്യത്യാസം വരും. അതെ, അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ നമ്മൾക്ക് ഇപ്പൊ കളേഴ്സ് അതുപോലെ തന്നെ അങ്ങനെ കുറെ ബ്രാൻഡുകളുണ്ട്. അപ്പൊ ആ ബ്രാൻഡുകൾ എന്നൊക്കെ പറയുമ്പോ നമുക്ക് അതിടുമ്പോ അത് അൺബ്രാൻഡഡ് അല്ല, ബ്രാൻഡഡ് ആണല്ലോ. അതിൻ്റെതായ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി. പിന്നെ അടുത്ത ബ്രാൻഡ് നമ്മുടെ ഏതാ? നമുക്ക് ഒത്തിരി ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ടല്ലേ? ഇതിന് ഹോൾസെയിലേഴ്സ്, ഇതിന് കടക്കാർക്കാണെങ്കിലും കൊടുക്കും. ഇനിയിപ്പോൾ ഒരു പുതിയ കട സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ അവർക്ക് കൊടുക്കും. കാരണം ചേട്ടന് എല്ലാ എക്സ്പോർട്ട് റിജക്റ്റഡ് സാധനങ്ങൾ കിട്ടാനുള്ള കോൺടാക്ട്സ് ഉണ്ട്. അതെ, നമുക്ക് മെയിനായിട്ട് നമ്മൾ ടീഷർട്ടും അതുപോലെ ജീൻസുമാണ് ഏറ്റവും കൂടുതൽ. ടീഷർട്ടും ജീൻസുമാണ് ഫോക്കസ്, ട്രെൻഡ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതേതാ ബ്രാൻഡ്? യു എസ് പോളോന്റെ ബ്രാൻഡ് ആണല്ലേ? ഓക്കെ, നല്ല ബെസ്റ്റ് റേറ്റിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വിളിക്കുക. കാരണം നമ്മൾ റേറ്റ് പറയാൻ തന്നെ വെച്ചാൽ ഇത് ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് റേറ്റ്, റീറ്റെയിലായിട്ട് എടുക്കുന്നവർക്ക് പല റേറ്റ്. അപ്പോൾ ആർക്കും കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റേറ്റും കാര്യങ്ങളും പറയാത്തത്. പക്ഷേ പറഞ്ഞില്ല, നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഇവിടുന്ന് റീറ്റെയിൽ ഇപ്പോൾ ഒരു പീസ് മേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് 50% കൂടുതൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. അതിന് നമ്മൾ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ തരാം. ഇതൊക്കെ ഇത് ബ്രാൻഡിങ് ആണ്. ഇത് ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അല്ലേ? യു എസ് പോളോയുടെ ഒക്കെ ബാഡ്ജിങ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല, നമുക്കിത് നോക്കി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഫിനിഷിങ് എത്രത്തോളം ബെറ്റർ ആണല്ലേ? സ്റ്റിച്ചിങ് ആയിക്കോട്ടെ, ക്ലോത്തിൽ പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയിലായിക്കോട്ടെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരു
ബ്രാൻഡിൻ്റെ ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇത് നല്ലതായിട്ടുണ്ട്. ഇനി അത് നമ്മുടെ അടുത്ത് ബ്രാൻഡ് ഉള്ളത് ജോൺ പ്ലേയേഴ്സ്. ജോൺ പ്ലേയേഴ്സ്. ഓ, ഇൻ്റർനാഷണൽ ബ്രാൻഡാണല്ലോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു കാണാനും ഒരു ഡിസൈൻ തന്നെ വളരെ നല്ല ഡിസൈനാണ്. അടിപൊളി ഡിസൈൻ. അതായത് നിങ്ങൾ സാധാരണ ഒരു ജീൻസ് മേടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ റേറ്റിൽ തന്നെ ചേട്ടൻ ഇതുപോലത്തെ നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി ജീൻസ് വരും. കണ്ടുണ്ട്, മനസ്സിലാവും. സാധാ ജീൻസുമായിട്ട് വ്യത്യാസമുണ്ട് അല്ലേ? ക്വാളിറ്റിയുടെ ഒരു വ്യത്യാസമായിരിക്കും. ഇതിലെന്താ ബാഡ്ജിങ് ഒക്കെ ഉണ്ടാവുമല്ലോ കമ്പനിയുടെ തന്നെ. ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് കാണിച്ചിടാം. ഇതിൻ്റെ ആ ഒരു ബാഡ്ജിങ് ഒക്കെ. യെസ്. ഇതിലെല്ലാം ഇത് ഒറിജിനലായ ഒരു ഇതിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടന് ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റി വരെ നമുക്ക് ആൾക്കാർക്ക് സാധനം കൊടുക്കാൻ പറ്റും? ജീൻസൊക്കെ വേണമെന്ന് പറഞ്ഞാൽ സർപ്ലസ്. ഇത് സർപ്ലസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ള ഐറ്റം നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ ഇത് കണ്ടിട്ട് നമുക്കൊരു 10,000 പീസ് ഓർഡർ തന്നാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കാണ്ടായിരുന്നു വരില്ല. നമുക്കൊരു 100 പീസ്, 200 പീസ്, 500 പീസ് അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇപ്പം ഇൻകേസ് 10,000 പീസ് ആവശ്യം ഉണ്ടെന്ന് ഓടിക്കോ, ചേട്ടൻ അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചേട്ടൻ്റെ കയ്യിൽ ചിലപ്പോൾ അങ്ങനെ വരത്തില്ല, സ്റ്റോക്കുകളൊക്കെ വരത്തില്ല. ചിലപ്പോൾ 1000 പീസ് 15,000 പീസൊക്കെ. പക്ഷെ നമുക്ക് കൊടുക്കാം. പക്ഷെ അതിന് നമുക്ക് എല്ലാം ചിലപ്പോൾ ഡിഫറെന്റ് സാധനങ്ങളായിരിക്കും. ഇപ്പൊ റംസാൻ വരുന്നു, ഈസ്റ്റർ വരുന്നു. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പക്ഷേ നമുക്ക് ഒരാഴ്ചക്ക് മുമ്പ് അറേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ സാധിക്കത്തില്ല. കുറച്ച് നേരത്തെ ചേട്ടനെ വിളിക്കുവാണെങ്കിൽ ഇപ്പൊ എത്ര വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം. വലിയ ക്വാണ്ടിറ്റി ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതും ചെയ്ത് തരത്തില്ലേ? നമുക്ക് ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് തരത്തില്ലേ? അപ്പോൾ വലിയ ക്വാണ്ടിറ്റി ഒരു 40 ഫീറ്റ് കണ്ടെയ്നർ ഫുള്ള് വേണമെന്ന് പറഞ്ഞാലും ചേട്ടൻ ചെയ്ത് തരും. കൊടുക്കാം. ബ്രാൻഡഡ് സാധനങ്ങൾ ചെയ്ത് തരാൻ പറ്റും. നമുക്ക് കൊടുക്കാം. ബംഗ്ലാദേശ് എന്ത് സാധനം വേണ്ടി നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. ഏറ്റവും നല്ല കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിലാണ് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യേണ്ടത്. വലിയ ക്വാണ്ടിറ്റി ആണ് ഇതൊന്നും കുഴപ്പമില്ല. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ബംഗ്ലാദേശിൽ നിന്ന് ഇറക്കി കൊടുക്കാൻ പറ്റും. ക്വാളിറ്റി ജീൻസ് അല്ലേ? ടീഷർട്ടും നമുക്ക് നല്ല രീതിയിൽ ചെയ്തു. ഷർട്ട് വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞ ചേട്ടൻ ഇറക്കി കൊടുക്കാൻ പറ്റത്തില്ലേ? ഫാബ്രിക്കിനോട് ബന്ധപ്പെട്ട് എന്ത് സാധനം ബംഗ്ലാദേശിൽ നിന്ന് ഇറക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ ചേട്ടൻ അതിനെല്ലാം കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് അടുത്ത ജീൻസിലേക്ക് പോയാലോ? അടുത്ത ഇതേതാ ബ്രാൻഡ്? ലീയുടെ ആണ്. അടിപൊളി. ഈ കളറൊക്കെ വളരെ റെയറാണ്. ഇതും കൂടി ഇന്നും കൂടി എനിക്ക് ഇതിന് കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ചേട്ടനെ ഇപ്പോൾ ഒത്തിരി പേര് വിളിക്കുന്നുണ്ടാവില്ല നമ്മുടെ പഴയ വീഡിയോസ് കണ്ടിട്ട്. ഇതിന്റെ ഈ കളേഴ്സ് കണ്ടിട്ട് ഇതിന്റെ കുറെ സംഭവങ്ങൾ ഓക്കെ കൊടുക്കാനായിട്ട് ബ്രാൻഡഡ് സാധനങ്ങൾ കളേഴ്സ് ഓക്കെ കണ്ടോ. ലിവിസ് എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ. ലീ ആണ്. ഓക്കെ ഓക്കെ. ലീന്ന് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് അടുത്ത് വാൻ ഹൂയ്സ്. ഓ, അടിപൊളി. കൊള്ളാം. ഇതിന്റെ ഒരു ബാഡ്ജിങ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിപ്പോ ഇന്ത്യൻ ബ്രാൻഡാണ്. പക്ഷേ ഇത് നല്ല ബ്രാൻഡില്. വാൻ ഹൂയ്സ് അത്യാവശ്യം നല്ല ബ്രാൻഡ്. നല്ല അടിപൊളിയായിട്ടുള്ള ബ്രാൻഡാണ്. ക്വാളിറ്റി ഉണ്ട്, നല്ല മെറ്റീരിയൽ ആണ്. ഓക്കെ. വെയിറ്റ് ഉണ്ട് നല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ റംസാനൊക്കെ എടുക്കുമ്പോൾ ഇതുപോലത്തെ ബ്രാൻഡഡ് ഡ്രസ്സുകൾ തന്നെ എടുക്കുക ആൾക്കാർ. അലൻസോളി. അതല്ല, അലൻസോളിന്റെ ജീൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. ഓരോ റേഞ്ചിൽ നമുക്ക് റേറ്റ് ഒരേ റേറ്റ് ഒക്കെ തന്നെയാണ്. ഓൾമോസ്റ്റ് സെയിം റേറ്റ് തന്നെയാണ്. ഓക്കെ ഓക്കെ. ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഈ ഒരു റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അടുത്ത തന്നെ ഏതാ ബ്രാൻഡ് വരുന്നത്? ഇത് ഇന്റർനാഷണൽ ബ്രാൻഡാണോ? ഞാൻ കേട്ടിട്ടുള്ളതൊരു ബ്രാൻഡാണ്. ഡെനിം മെറ്റീരിയൽ അല്ലേ? അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ. പ്രൈസ് അറിയാം. അപ്പോൾ നെറ്റിൽ അപ്പോൾ നമ്മളെ ചേട്ടനെ വിളിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ഈ ബ്രാൻഡൊക്കെ ഒന്ന് നെറ്റിൽ അടിച്ച് നോക്കുക, അതിൻ്റെ പ്രൈസ് നോക്കുക, അതിന് ശേഷം ചേട്ടനെ വിളിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ. പിന്നെ നമുക്ക് ഷർട്ടൊക്കെ ഉണ്ടല്ലേ? ജീൻസ് ഇനിയും കാണിക്കാനുണ്ടല്ലോ വേറെ മോഡലുകൾ. ഇനി അതൊക്കെ അടുത്ത ബ്രാൻഡ് ഏതാ ഉള്ളത്? ഇതേതാ ബ്രാൻഡ് വരുന്നത്? ജോൺ പ്ലേയേഴ്സ്. ഓ, ജോൺ പ്ലേയേഴ്സ്. അടിപൊളി ബ്രാൻഡ്. ഇതും നല്ല മെറ്റീരിയൽ കേട്ടോ. കാണാൻ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു നല്ലൊരു കളറും. ഇതിൻ്റെ ഒരു ഡിസൈൻസൊക്കെ നല്ലതായിട്ടുണ്ട്. നല്ല ഡിസൈൻസാണ്, നല്ല ക്വാളിറ്റി ഐറ്റംസാണ്. ഇതിൻ്റെയൊക്കെ എന്താ ഇതിന് ശരിക്കും മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? ഈ ബാഡ്ജിൽ ഇതിൽ എത്ര റേറ്റ് ഇട്ടേക്കുന്നത്? ഇത് 1,799 റുപ്പീസ്, 1,800 ഒക്കെ വരുന്നതാണ്. അപ്പോൾ അത് അതിലും ഒരു ബെറ്റർ റേറ്റിൽ കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. 50% കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഫൈൻ. അതിലും താത്തി കൊടുക്കും അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. റീറ്റെയിലാണ് മനസ്സിലായി. അതിലും താഴെയാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷർട്ട് എടുക്കേണ്ടി വന്നാൽ അല്ല ഒരു ജീൻസ് എടുക്കണമെങ്കിൽ വിളിച്ചാൽ ഈ 50% കൂടുതൽ ഡിസ്കൗണ്ട് തരും. തീർച്ചയായിട്ടും തരും. ഓക്കെ. അപ്പോൾ അടുത്തൊരു കളക്ഷൻസ് ആണ്. ഇനി അതൊക്കെയാ ഉള്ളത്? ലിവൈസ്. ഓ, വെരി നൈസ്. ഓക്കെ. കാര്യമില്ല. കാണുമ്പോൾ ക്വാളിറ്റി അറിയാം, നോക്കുന്നവർക്ക് ചെക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ബ്രാൻഡൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് ഒറിജിനൽ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. 150 years.
നമ്മൾ ഒറിജിനൽ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇത് സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടുതൽ വാങ്ങുന്നവർക്ക് അറിയാം. കാരണം ഇപ്പൊ എല്ലാവർക്കും അറിയാം. പണ്ടത്തെ പോലെ ഒന്നുമില്ല, ആളുകൾ ഒരുപാട് അഡ്വാൻസ്. ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ലിവൈസിന്റെ വേറെ കളർ, ഒരുപാട് വെറൈറ്റി കളേഴ്സും ഡിസൈൻസ് ഒക്കെ അവൈലബിൾ അല്ലേ? അതിങ്ങനെ ട്രെൻഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചേട്ടൻ്റെ ഫോണിലേക്ക്. അപ്പോൾ ചേട്ടനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോയും വീഡിയോ ഒക്കെ ആദ്യം അയച്ചു തരും. എങ്ങനത്തെയാണ് അപ്പോൾ ഓരോ ലോട്ട് വരുമ്പോൾ അതിൻ്റെ ഫോട്ടോയും വീഡിയോ അയച്ചു തരും. അതെ. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ചേട്ടനായിട്ടുള്ള ബിസിനസ് ഡീൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഒരാൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ? നമ്മളിപ്പോൾ നമ്മുടെ വാട്സാപ്പിൽ ഒരു ഹൈ അടിച്ച് ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടിട്ട് അവരോട് പറയണ എനിക്ക് വേണ്ടുന്ന ടീഷർട്സിന്റെ അതുപോലെ തന്നെ ജീൻസിന്റെ ഒക്കെ അപ്ഡേഷൻ അയക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുക്കും. എനിക്കിപ്പോൾ എവറി വീക്ക് എനിക്ക് ഞാൻ ചേട്ടൻ്റെ വാട്സാപ്പിൽ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ ഒരു ബോക്സ് ഒക്കെ പൊട്ടിച്ച് ലോട്ടിന്റെ വീഡിയോസ് ഒക്കെ അയക്കുന്നത്, അത് ഷെയർ ചെയ്ത് തരും. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം. നമുക്ക് വരുന്നുണ്ട്. ഓ വെരി ഫൈൻ, വെരി ഫൈൻ. നമ്മുടെ ഷർട്ടും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഷർട്ട് ഇതിന്റെ ഒരു പ്രൈസ് ആണ് ആദ്യം നമുക്ക് കാണിക്കേണ്ടത്. ക്യാമറ ജസ്റ്റ് ഒന്ന് നിർത്തിക്കൊണ്ടോ. ഈ ഒരു ഷർട്ടിന്റെ പ്രൈസ് ഉണ്ട്. ഇത് എത്രയായിരുന്നു? 2599 റുപ്പീസ്, അതായത് 2600 റുപ്പീസിൻ്റെ ഷർട്ടാണ്. കാരണം അതൊരു ബ്രാൻഡഡ് ആണ്, അത്രയും ക്വാളിറ്റി ഉണ്ടല്ലോ ഈ ഷർട്ട് പിടിക്കാൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഷർട്ട് കാണിച്ചായിരുന്നു. നല്ല ഷർട്ട്, എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഷർട്ടാണ്. ഇതൊക്കെ 50% താഴെ കൊടുക്കത്തില്ല. അത് അത്രയും പോലും വേണ്ടല്ലോ. 700 റുപ്പീസ് റേറ്റ് തന്നെ പറയുകയാണ്. അത് 2600 രൂപയുടെ ക്വാളിറ്റി ഷർട്ട് ചേട്ടന് 700 രൂപയ്ക്ക് ചെയ്തല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ ഒരു ഷർട്ട് നമ്മളിപ്പോൾ കടയിൽ പോയി മേടിക്കണമെങ്കിൽ ഒരു 600 രൂപ 700 രൂപ കൊടുക്കണം. നോർമൽ ലോക്കൽ ഷർട്ടിന് അത്രയും കൊടുക്കണം. 700 രൂപ കുറച്ച് ഷർട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ബ്രാൻഡ് ഷർട്ട് 700 രൂപയ്ക്ക് കിട്ടും. സോ അപ്പോൾ അങ്ങനെ നമുക്ക് ചേട്ടനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ കളക്ഷൻസ്. ടീഷർട്ട് അല്ലേ? ടീഷർട്ടുകൾ കാണിച്ചു. ടീഷർട്ടൊക്കെ ഭയങ്കര റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുമല്ലോ. ടീഷർട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ടീഷർട്ട് ഇവിടുന്ന് മേടിച്ച്. ഇതൊക്കെ നല്ല ക്വാളിറ്റി, നല്ല മെറ്റീരിയലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ടീഷർട്ടും ഇവിടുന്ന് പർച്ചേസ് ചെയ്തതാണ്. നല്ല കോട്ടൺ ഫാബ്രിക് അല്ലേ ഇത്? ഇടുമ്പോൾ ഒരു കോട്ടൺ ഫാബ്രിക്. ഓക്കെ, കളർ ഫെയ്ഡ് ഒന്നും വരില്ല. അപ്പോൾ അത് നോക്കാം. ഇനി കളർ ഫെയ്ഡ് ഉണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനെ പറയും ചേട്ടൻ്റെ മേടിച്ച സാധനം കളർ പോകുമെന്ന് പറയും. തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഞാൻ എടുത്താന്ന് വെച്ചാൽ എനിക്ക് US ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ചേട്ടൻ്റെ വഴിയിൽ നിന്നാണ് അയക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറേ ഡ്രസ്സ് എടുത്ത് നമുക്ക് US അയക്കണം. അപ്പോൾ എന്നോട് US ബയർ വിളിച്ച് പറഞ്ഞു അത് നീ ഷർട്ട് കുറച്ച് മേടിച്ചിട്ട് ഇവരുടെ നിന്ന് ഇട്ട് നോക്കി. ഇട്ടിട്ട് 3-4 തവണ ഇട്ടിട്ട് റീവാഷ് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചേട്ടനോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാനൊരു 3-4 തവണ വാഷ് ചെയ്ത് നോക്കും. രണ്ടും കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരിക്കും. ഓക്കെ. പിന്നെ അടുത്ത കളക്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നല്ല ഫാബ്രിക് ഫോട്ടോയിൽ അതിങ്ങനെ മനസ്സിലാവുന്ന അറിയത്തില്ല, പക്ഷേ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. നമ്മൾ മാർക്കറ്റിൽ എന്താണൊരു 1000 റുപ്പീസ് കൊടുക്കേണ്ട ഐറ്റംസ് ഒക്കെയാണ്. ഇതിന് എത്ര റേറ്റ് വരുന്നത്? 895 രൂപ. ഓക്കെ. കാരണം അത്രയും പേര്. ഞാനും കുറച്ച് റീസെൻ്റ്ലി കുറേ ടീഷർട്ടൊക്കെ പർച്ചേസ് ചെയ്യായിരുന്നു. 799 ആ റേറ്റിൽ തന്നെയാണ് ഈ ഒരു മോഡൽ കിട്ടിയത്. 350ക്കാണ്. ഓഹ്, അത്രയും റേറ്റ് കുറച്ച്. അതിലും റേറ്റ് കുറയും. ഓ, അതൊരു നല്ല. കാരണം നമ്മൾ റീറ്റെയിൽ പ്രൈസും കൂടെ പറയുന്നതല്ല. കാരണം ഇപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരണ്ട എന്ത് റേറ്റിലാണ് കിട്ടുന്നത്. ഓക്കെ. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ഇപ്പോൾ ഒരു ടീഷർട്ട് മേടിക്കണമെങ്കിൽ ഇതുപോലത്തെ ഇതൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കേട്ടോ. നമ്മളൊരു 1000 റുപ്പീസ് കൊടുക്കാതെ ഈ മുകളിൽ ടീഷർട്ട് അറ്റ്ലീസ്റ്റ് ഒരു 700 to 800 നമ്മൾ കൊടുക്കണം. നമ്മൾ കടയിൽ പോയിട്ട് ഈ ഒരു മെറ്റീരിയൽ മേടിക്കണ്ടേ. MRP ഒക്കെ ആദ്യം കാണും. ഒരു 700-800 ഒക്കെ ആയിരിക്കും റേറ്റ്. എത്ര അതിൻ്റെ റേറ്റ് വരുന്നത്? 895 ആണ്. ഇതൊരു മാർക്കറ്റ് പ്രൈസ് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ കടയിൽ ഇപ്പോൾ നമ്മൾ മാക്സിൻ്റെ ഒക്കെ ഷോറൂമിൽ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഈ റേറ്റ് കൊടുക്കണം. ഞാനിപ്പം മാക്സിൻ്റെ ഷോറൂമിൽ നിന്ന് കുറച്ച് ടീഷർട്ടുകൾ പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു റേറ്റാണ്. ഇതും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള കൊള്ളാം, അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ. ഇത് എന്താ കോട്ടൺ ആണ് ഈ ഫാബ്രിക് വരുന്നത്? ഇത് കോട്ടൺ അല്ല, ഇത് ലൈക്ര എന്ന് പറയും. ലൈക്ര. ഇത് വലിഞ്ഞ് നിൽക്കുന്ന ടൈപ്പാണ്. സ്ട്രെച്ച് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അടുത്ത മോഡൽസ് ഒക്കെ ടീഷർട്ടൊക്കെ ഉള്ളത്? ഭയങ്കര ഫാബ്രിക്. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ശരിക്കും അറിയണമെങ്കിൽ ഇവിടെ വന്ന് നോക്കിയാലേ മനസ്സിലാത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം വരും ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. അതെ. ഏകദേശം ഒരു മെറ്റീരിയൽ ഇപ്പോൾ അറിയാവുന്നവർക്കറിയാം. മെറ്റീരിയലിൻ്റെ പേരൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നറിയാം. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളിപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരാൾക്ക് ചിലപ്പം ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലായെന്ന് വരത്തില്ല. അപ്പോൾ സാധാരണ ടീഷർട്ട് ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായെന്ന് വരത്തില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയായിട്ടോ വരുന്നത്? 895. അത്രയും ഉണ്ട്. ഒരു ഷോപ്പിലൊക്കെ ഒരു 700-800 കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇത് എന്നാ റേറ്റ് കൊടുക്കും? കസ്റ്റമർ വിളിച്ചാൽ 350 കൊടുക്കും. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇനി ഹോൾസെയിൽ ആയിട്ട് ഒരാൾ വന്നാൽ അതിലും റേറ്റ് കുറച്ച് കൊടുക്കും. ഓക്കെ. അവർക്കും പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ ആ റേറ്റ് ഇല്ല. ആയിക്കോട്ടെ, കൊള്ളാം. ഇത് നല്ല കളക്ഷൻസ് ആണ്, നല്ലതാണ്. ഇതൊക്കെ എന്താ ബ്രാൻഡ്? ഏത് ബ്രാൻഡ് വരുന്നത്? എക്സ്പോർട്ടിന്റെ സർപ്ലസ് ആണ്. പല ബ്രാൻഡും ഇതിനകത്ത് ഉണ്ട്. ഇതിപ്പോ ഇന്റർനാഷണൽ ബ്രാൻഡ് അല്ല. അല്ല. ഇന്റർനാഷണൽ ബ്രാൻഡ് നമ്മുടെ കയ്യിലുണ്ട്.
അതൊക്കെ നമുക്കൊരു 600 ടോമി ഹിൽഫിഗർ അങ്ങനെയുള്ള ഒറിജിനൽ സാധനം ആ റേറ്റിൽ. ചേട്ടനെ കുറച്ച് US പോളോന്റെ തോന്നുന്നു ഒരു ഫോട്ടോ കാണിച്ചു. US പോളോ അതൊക്കെ ആ റേറ്റിൽ ബ്രാൻഡുകളുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് വേറെ കാര്യം പറഞ്ഞില്ലായിരുന്നു, നിങ്ങൾ ഈ എക്സ്പോർട്ടിന്റെ സർപ്ലസ് തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന എന്താ അതിന്റെ പരിപാടി ഒന്ന് പറയാമോ? എക്സ്പോർട്ട് അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതായത് എക്സ്പോർട്ട് സർപ്ലസിന്റെ ഫാബ്രിക് കിട്ടും. ഓക്കെ. ഫാബ്രിക് കിട്ടും. ആ ഫാബ്രിക് നമ്മൾ എടുത്തിട്ട് അത് കംപ്ലീറ്റ് നമ്മൾ നമ്മുടെ ക്യൂസി നോക്കി അത് ചെക്ക് ചെയ്ത് അതിനകത്ത് ഡാമേജോ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അതെല്ലാം അതുകൊണ്ട് നമ്മൾ ടീഷർട്ട് ഉണ്ടാക്കും. അപ്പം അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു 100 രൂപയുടെ ഫാബ്രിക്കും 200 രൂപയുടെ ഫാബ്രിക്കിനും നിർമ്മാണത്തിന്റെ കോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് 100 രൂപയുടെ ഫാബ്രിക് നമുക്ക് 25 രൂപ കിട്ടും. ഒരിക്കലും നമുക്ക് മറ്റേ ഒരു സാധാരണ ഒരു നമ്മൾ നൂലെടുത്ത് നമ്മൾ അത് നെറ്റ് ചെയ്തു ഫാബ്രിക് ആക്കി അത് കട്ട് ചെയ്തു സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്കൊരു ടീഷർട്ട് നമുക്ക് ഒരു 300 രൂപ വരെയാണെങ്കിൽ നമുക്ക് ആ സാധനം നമുക്ക് 100 രൂപയുള്ള ഇതൊരു നല്ല ഐഡിയ. കാരണം നിങ്ങളൊരു ക്ലോത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവരെങ്ങനെയാണ് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ബെസ്റ്റ് റേറ്റ് തരുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇവർക്ക് എക്സ്പോർട്ട് സർപ്ലസ് ആയിട്ടുള്ള ഫാബ്രിക് ഉണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും നല്ല എന്ന് വെച്ചാൽ ഡാമേജസ് ഒന്നും ഇല്ലാത്ത ഏറ്റവും നല്ല ഫാബ്രിക് ഇവർ എടുക്കുമ്പോൾ ഒരു 200 രൂപ റേറ്റ് വരുന്ന ഫാബ്രിക് ആണെങ്കിൽ ഇവർ ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ഇവർക്ക് അത് എത്ര 25 രൂപ 50 രൂപയ്ക്ക് കിട്ടും. 50 രൂപയ്ക്ക് ആ മെറ്റീരിയൽ കിട്ടും. ആ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, സാധാരണ ഒരാൾ 200 രൂപയുടെ മെറ്റീരിയൽ മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്ന റേറ്റിനേക്കാളും കുറവായിരിക്കും. കാരണം ഇവർക്ക് 50 രൂപയ്ക്ക് ഒരു ഫാബ്രിക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ചിലത് ബ്രാൻഡഡ് അല്ലെങ്കിലും ഈ ക്വാളിറ്റി ബ്രാൻഡഡ് ക്വാളിറ്റി തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരു ലോക്കൽ ബ്രാൻഡിൽ കസ്റ്റമർ അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാവരും ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അതെ നമുക്ക് പ്രോഫിറ്റ് വേണ്ടിയിട്ടാണ്. അതെ തീർച്ചയായിട്ടും. എങ്ങനെ ഇത് കുറച്ച് കൊടുക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് മനസ്സിലാവും. തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഫാബ്രിക് എടുത്ത് നീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കോസ്റ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോ ഇന്റർനാഷണൽ ബ്രാൻഡുകൾക്ക് ഒരുപാട് ഫാബ്രിക് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അവർക്ക് ഓർഡർ ഉണ്ട്. അത് ആ നിലയിൽ പോകും. ആ നിലവാരത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് തന്നെ നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ഒരു ബിസിനസിന്റെ രീതി അനുസരിച്ച് ബിസിനസ് എല്ലായിടത്തും മോശം എന്നുള്ളതാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ബെസ്റ്റ് റേറ്റ് കൊടുത്താൽ ബിസിനസ് പിടിക്കാം. ഇതിന്റെ ഫാബ്രിക് നോക്കും. അതെ. പിന്നെ അതുപോലെ എൻ്റെ ഒരു സജഷൻ എന്താ അറിയോ, നമ്മളിപ്പോൾ ഒരു ഏരിയ ഉള്ളൊരു ഷോപ്പ് ഓണറുമായിട്ട് കണക്ട് ആയി നോട്ടിക്കോ, പിന്നെ നമ്മൾ അവർക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കൊടുക്കാവുള്ളൂ. കാരണം കൂടുതൽ ബിസിനസ് അവർക്ക് വരണം. പറഞ്ഞ മനസ്സിലായി. ഇപ്പോൾ നമ്മൾ കണ്ണൂർ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് കൊടുക്കണ്ട, അല്ല ഒരു ഡിസ്ട്രിക്ട് കൊടുക്കണ്ട, ഒരു ടൗണിൽ ഒരാളെ നമ്മൾ ഡീൽ ചെയ്യുവാണെങ്കിൽ അവരെ തന്നെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്ത് മൊത്തം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ വീഡിയോസ് നമ്മുടെ മാർക്കറ്റിംഗ് നമ്മളിപ്പോൾ ഒരാൾ വിളിക്കുന്നു, ഇപ്പോൾ കണ്ണൂരാണ് അവർ വിളിക്കുന്നത്, കണ്ണൂരിൽ നമുക്കൊരു ഷോപ്പ് പറഞ്ഞു കൊടുക്കാം. അവിടെ ഒരു 10 ഷോപ്പ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, ഒരേ ഒരു ഷോപ്പിൽ കൊടുക്കാം. അപ്പോൾ അവരെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നതിലൂടെ നമുക്കും ബിസിനസ് കൂട്ടാൻ പറ്റും, അവർക്കും അതിൻ്റെ അകത്ത് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ടീഷർട്ടിൻ്റെ ഒക്കെ ഒത്തിരി ആൾക്കാർ വിളിച്ചായിരുന്നു. അതെ എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. ഓക്കെ. ഞാൻ മാംഗ്ലൂരിൽ നിന്ന് ഒരു ശ്രീവിദ്യ എന്ന് പറഞ്ഞൊരു മേഡം. സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, എന്നോട് പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ് ഈ ചേട്ടൻ ഇത്രയും ബെസ്റ്റ് റേറ്റിൽ തരാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്ഥലവും പ്ലേസും നമ്മളെ വിളിച്ചറിയിക്കുക. അപ്പോൾ ആ സ്ഥലത്ത് ഞങ്ങൾക്ക് വേറെ ഡീലേഴ്സ് ഇല്ല, നമ്മൾ വേറെ ഷോപ്പുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അവയർനെസ് എത്തും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഓൺലൈൻ വഴി എല്ലാ ബിസിനസ്സും പോസിബിൾ അല്ല. കാരണം ക്ലോത്ത്, ഇപ്പോൾ ഈ പറഞ്ഞ ക്ലോത്തൊക്കെ ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ടച്ച് ചെയ്താലാണ് അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അത് ഓൺലൈനിൽ മേടിക്കാൻ പറ്റുമെന്ന് വരത്തില്ല. അപ്പോൾ ഓൺലൈനിലുള്ള ബിസിനസ് ഞങ്ങൾ ചെയ്യും. അതല്ലാതെ ഒരാൾ വിളിക്കണം, കണ്ണൂർ നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരാൾ കണ്ണൂരുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷോപ്പ് പറഞ്ഞു കൊടുക്കും. ഇനി കാസർഗോഡ് നിന്ന് ഒരാൾ വിളിച്ചാൽ അവിടുത്തെ ഷോപ്പ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലും ബിസിനസ് കിട്ടും. നമ്മളും ചിന്തിക്കുന്നത് ഗ്രാജുവലി നിങ്ങളുടെ ബിസിനസ് വളരണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലോത്തുമായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ പ്രൈസിൽ ബെറ്റർ ക്വാളിറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഏട്ടാ നമ്മൾ ഈ ദുബായിക്കൊക്കെ എക്സ്പോർട്ടിൻ്റെ കാര്യം, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ദുബായിലേക്ക് വിളിച്ചായിരുന്നു, ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ റാഷിദ്. അപ്പോൾ ഞാൻ റാഷിദായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ അവിടെ നമുക്ക് ഈ അലൻസോൾ, പ്യൂം അങ്ങനത്തെ ബ്രാൻഡ് നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം നമുക്കത് സെല് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതേ ക്വാളിറ്റി പ്രോഡക്റ്റ് വേറെ ബ്രാൻഡിൽ നമ്മൾ ചെയ്തിട്ട് നമുക്കവിടെ ഈസി ആയിട്ട് സെല് ചെയ്യാൻ പറ്റും. കാരണം അവിടെ വരുന്ന, ഇപ്പോൾ അവരുടെയൊക്കെ ഷോപ്പിനടുത്ത് വെച്ചാൽ ലേബേഴ്സ് ക്യാമ്പാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ബെസ്റ്റ് റേറ്റും വേണം,
നല്ല ക്വാളിറ്റിയും വേണം. അങ്ങനെയുള്ള ഐറ്റം നമുക്ക് ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ എനിക്ക് തോന്നുന്നത് അത് അടുത്ത ആഴ്ച നമുക്ക് അടുത്ത ആഴ്ച. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഐഡിയയിൽ ബെസ്റ്റ് ഫാബ്രിക് എടുത്തിട്ട്, അതായത് എക്സ്പോർട്ട് സർപ്ലസ് ഫാബ്രിക് എടുത്തിട്ട് നമ്മുടെ ഓൺ ബ്രാൻഡിലോ അല്ലെങ്കിൽ നമ്മളൊരു ലോക്കൽ ബ്രാൻഡിലോ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ബെസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു സാധാരണ ഒരു സ്ഥലത്തു നിന്ന് മേടിക്കുന്നതും അല്ല സാധാരണ ഷോപ്പിൽ നിന്നോ അല്ല സാധാരണ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് മേടിക്കുമ്പോൾ അവരിൽ കുറച്ച് റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറേ ടീഷർട്ടുകളായിരിക്കും ഉള്ളത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് ക്ലോത്ത് നമ്മൾ സെലക്ട് ചെയ്യും. എക്സ്പോർട്ട് സർപ്ലസ് ആയിട്ടുള്ള ക്ലോത്ത് നമ്മൾ എടുത്തിട്ട് ഈ ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടീഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് തരാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേട്ടൻ്റെ നമ്പർ കൊടുത്തേക്കാം, പിന്നെ എൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ല ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ലൈച്ചേട്ടൻ നമ്പർ ലൈച്ചേട്ടൻ എന്നുള്ള പേര് തന്നെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഐഡിയ കിട്ടിയെന്ന് മനസ്സിലായി. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചേട്ടനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുക അല്ലേ? അതെ, ബിസിനസ് സാധ്യതകൾ നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.